നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആദ്യം കാണുന്നത് മോൻസ് ജോസഫ്, പിന്നീട് കെ മുരളീധരൻ, അതിനപ്പുറത്ത് രമേശ് ചെന്നിത്തലയുണ്ട്, റോജിയുണ്ട്, ഒപ്പം ഷംസുദ്ദീൻ. അങ്ങനെ അല്പസമയം മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേറ്റ മന്ത്രിമാർ. സണ്ണി ജോസഫിനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സണ്ണി ജോസഫിനും മന്ത്രിസഭയിൽ ഇത് പുതിയ ഊഴം ആണ് എന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുന്നു ഓരോരുത്തരും എന്നതാണ്. MLA മാർ എന്നതിനപ്പുറം മന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ അതിന് തുടക്കമാകുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചേരുന്നു. ഈ മന്ത്രിസഭാ യോഗത്തിൽ എന്താണ് പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നതാണ് AP അനിൽകുമാർ. അങ്ങനെ എല്ലാവരെയും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനിയും മന്ത്രിമാർ എത്തേണ്ടതുണ്ട്. ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഹാളിലേക്ക് എത്തിയിട്ടില്ല. ബിന്ദു കൃഷിയെ നമ്മൾ നേരത്തെ കണ്ടതാണ്. കിരൺ സൂചിപ്പിച്ചതുപോലെ ഓരോ മന്ത്രിക്കൊപ്പവും നിരവധിയായ പ്രവർത്തകർ, അനുഭാവികളൊക്കെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പാടുപെട്ട് മാത്രമാണ് ഉദ്യോഗസ്ഥരെ കയറ്റിവിടാൻ പറ്റുന്നത് എന്നതാണ്. അങ്ങനെയുള്ള വലിയ ആൾക്കൂട്ടം ആണ് ഓരോ മന്ത്രിമാരോടൊപ്പവും നമ്മൾ കണ്ടത് എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ സമയക്രമം കൃത്യമായി പാലിക്കാനും ബുദ്ധിമുട്ടുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ നടക്കേണ്ട ഇതിനുശേഷം മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. പലപ്പോഴായി UDF പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങളുണ്ട്. അത് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നില്ല എന്ന വിമർശനമാണ്. ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകുന്നില്ല എന്ന വിമർശനമാണ്. മന്ത്രിസഭാ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി വിവരിക്കുന്ന വാർത്താ സമ്മേളനങ്ങൾ റദ്ദാക്കി എന്ന വിമർശനമുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി ഇനി പുനരാരംഭിക്കുമോ VD സതീശൻ എന്ന് അറിയേണ്ടതുണ്ട്. അതിനപ്പുറത്ത് ഇനിയും പ്രസ് റിലീസുകളായി മന്ത്രിസഭാ തീരുമാനങ്ങൾ അറിയിക്കുക എന്നതാണോ? ഇതിലൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും ആദ്യത്തെ മന്ത്രിസഭാ യോഗം ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ആ മന്ത്രിസഭാ യോഗത്തിന് ശേഷം എന്താണ് പ്രഖ്യാപിക്കുക എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. അങ്ങനെ മന്ത്രിസഭാ യോഗം ആരംഭിക്കുകയാണ്. മന്ത്രിമാർ ഇപ്പോൾ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഫസ്റ്റ് ക്യാബിനറ്റ് എടുക്കാൻ പോകുന്ന തീരുമാനം എന്നൊക്കെയുള്ള തരത്തിൽ പല ഉറപ്പുകളും പല വിഭാഗങ്ങൾക്കും നൽകിയിരുന്നു. അതിൽ തന്നെ ആശാസമരം എന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹം ശ്രദ്ധയോടെ വീക്ഷിച്ച ഒരു സമരമായിരുന്നു. ആ സമരത്തോട് ഇടതുപക്ഷ സർക്കാർ മുഖം തിരിക്കുന്നു എന്നതായിരുന്നു ആക്ഷേപം. ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അന്ന് VD സതീശൻ എത്തുകയും തൻ്റെ ആദ്യത്തെ ക്യാബിനറ്റിൽ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ ആണോ വരാൻ പോകുന്നത്? എന്തൊക്കെയാണ്? ഒട്ടേറെ വാഗ്ദാനങ്ങളുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിലുള്ള ആ വാഗ്ദാനങ്ങൾ, അതിൽ എന്താണ് ആദ്യത്തെ ക്യാബിനറ്റ് എടുക്കാൻ പോകുന്ന തീരുമാനം? ആ തീരുമാനത്തിനാണല്ലോ കിരൺ എല്ലാവരും കാതോർക്കുന്നത്. അതെ, ഒന്നാമത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ സുപ്രധാനമായ തീരുമാനത്തിന് കാതോർത്ത് നിൽക്കുകയാണ് കേരളം തന്നെ. കേരളം വലിയ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ആശാസരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാവുമെന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷവും അദ്ദേഹം അത് ആവർത്തിച്ച് പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് ആ തീരുമാനം ഇന്നുണ്ടാകും എന്ന് ഉറപ്പാണ്. മറ്റൊരു ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കുന്നത് സംബന്ധിച്ചാണ്. അതിന്റെ പൂർണ്ണമായ പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിലും അതിന്റെ തുടക്കം ഇന്നത്തെ ക്യാബിനറ്റിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്ന്, വനിതകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രയാണ്. അക്കാര്യത്തിൽ ഇന്ന് അന്തിമ പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിലും എപ്പോഴാണ് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് പ്രാഥമികമായ തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും എന്നതും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ യോഗം ഏറ്റവും പ്രധാനമാണ്. ആദ്യ യോഗത്തിൽ തന്നെ ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് ഈ സർക്കാരിന്റെ ശൈലിയെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം പ്രഖ്യാപനങ്ങൾ ഈ ക്യാബിനറ്റിൽ ഉണ്ടാവും എന്നത് എന്തായാലും ഉറപ്പാണ്. അതിനുവേണ്ടിയുള്ള പ്രതീക്ഷയിലാണ് കേരളം കാത്തിരിക്കുന്നത്. ഇപ്പോൾ മന്ത്രിമാർ ഗവർണറുടെ വീട്ടിലെ ചായ സൽക്കാരത്തിന് ശേഷം സെക്രട്ടേറിയറ്റിലേക്ക് എത്തുകയാണ്. മന്ത്രിമാരുടെ ഓഫീസുകളിലേക്ക് കയറുകയാണ്. ഓരോ മന്ത്രിമാർ വരുമ്പോഴും അവർക്കൊപ്പം നിരവധി പ്രവർത്തകർ കൂടിയാണ് വരുന്നത്. ഓരോരുത്തരെയും പ്രവർത്തകർ അവരുടെ ആവേശം അണമുട്ടി ഒരു ഘട്ടത്തിൽ മന്ത്രിമാർക്ക് അകത്തേക്ക് കടന്നു പോകാൻ കഴിയാത്ത തരത്തിലേക്ക് തിരക്ക് അത്രത്തോളം വർദ്ധിച്ചിരുന്നു. ഒരു തരത്തിലാണ് മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഒക്കെ അകത്തേക്ക് കടന്നുപോയത്. അത്രത്തോളം വലിയ തിരക്കും പ്രവർത്തകരുടെ ഉന്തി കയറ്റവും ഒക്കെയായിരുന്നു. പോലീസ് അങ്ങനെ ഒരു കർശനമായ നിലപാടിലേക്ക് പോയിട്ടില്ല. ആദ്യ ദിവസം വന്ന നിലയ്ക്ക് അത്തരമൊരു നിലപാടിലേക്ക് പോയിട്ടില്ല. പക്ഷേ മന്ത്രിമാർക്ക് പോലും കടന്നു പോകാൻ കഴിയാത്തത്ര രീതിയിൽ പ്രവർത്തകരുടെ ആവേശം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുവിധം പ്രവർത്തകരെയൊക്കെ ഒപ്പം വരുന്ന പ്രവർത്തകർ പലരും ഉള്ളിലേക്ക് കടക്കാനുള്ള ശ്രമമാണ്. അത് അനുവദിക്കില്ല എന്നുള്ള കർശനമായ നിലപാടിൽ തന്നെ നിന്നതിനാൽ അവരോരോരുത്തരും പിന്നീട് പുറത്ത് നിൽക്കുന്ന അവസ്ഥയാണ്. അകത്തേക്ക് മന്ത്രിമാരുടെ ക്യാബിനിൽ ഒന്നോ രണ്ടോ
അല്ലെങ്കിൽ ഒപ്പമുള്ള 1-2 പേരെ മാത്രമാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. മറ്റുള്ളവരെ ആരെയും അകത്തേക്ക് കടത്തിവിടുന്നില്ല. ഓരോ മന്ത്രിമാർക്കും ഒപ്പം പക്ഷേ 10-50 പേരൊക്കെയാണ് വരുന്നത്. എല്ലാവരും അകത്തേക്ക് കടക്കുമ്പോൾ ആവേശപൂർവ്വം മുദ്രാവാക്യമൊക്കെ വിളിച്ച് അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രവർത്തകരുടെ ഇന്നത്തെ ഒരു ആവേശത്തിന് സ്വാഭാവികമായും ആദ്യ ദിവസമാണ്. ആദ്യ ദിവസത്തിലേക്ക് ഇത്തരമൊരു ആവേശമൊക്കെ നിൽക്കുമ്പോൾ അതിനെതിരെ ഒരു നടപടി. വി ഡി സതീശൻ സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മന്ത്രിമാരെല്ലാം സന്നിഹിതരാണ്. ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ മന്ത്രിസഭാ യോഗത്തിൽ. ആശാ വർക്കർമാർ സതീശനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട എന്ത് നിർദ്ദേശം ഈ ആദ്യ മന്ത്രിസഭാ യോഗം എടുക്കുമെന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ വി ഡി സതീശൻ സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗം അല്പസമയം മുമ്പാണ് ലോക് ഭവനിൽ നിന്ന് ചായ സൽക്കാരം കഴിഞ്ഞ് മന്ത്രിമാർ അവരവരുടെ ഓഫീസുകളിലേക്ക് എത്തിയത്. തുടർന്ന് ഇപ്പോൾ ആദ്യ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ല. ഇതിനുശേഷം വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിലാകും ഇത്തരം കാര്യങ്ങളിൽ വിശദീകരണങ്ങൾ സംഭവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നേരത്തെ നമുക്കറിയാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലങ്ങളിലൊന്നും അവസാനത്തെ 5 വർഷം അവസാന 2ാം ടേമിലൊന്നും വാർത്താ സമ്മേളനം വളരെ ഏറായിരുന്നു. മന്ത്രിസഭാ യോഗത്തിൻ്റെ വിശദാംശങ്ങൾ പ്രസ് റിലീസ് വഴി മാധ്യമങ്ങളെ അറിയിക്കുന്ന ഒരു പതിവ് മാത്രമായിരുന്നു. പക്ഷേ വാർത്താ സമ്മേളനത്തിലൂടെ കാര്യങ്ങൾ അറിയിക്കും എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. മന്ത്രിമാരെ ഓരോരുത്തരെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം തന്നെയാണ് ഇത്. കാരണം സത്യപ്രതിജ്ഞ ചെയ്തിട്ട് നേരെ ഓഫീസുകൾ നേരെ ലോക് ഭവനിലെത്തുന്നു. ഗവർണർ ചായ സൽക്കാരം സ്വീകരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ അവരവരുടെ ഓഫീസുകളിലെത്തി ചുമതലയേറ്റതിന് ശേഷമാണ് ഈ മന്ത്രിസഭാ യോഗത്തിലേക്ക് മന്ത്രിമാർ എത്തിയത്. ചരിത്രപരമായ നിമിഷമാണ് UDFനെ സംബന്ധിച്ചിടത്തോളം, സംശയമില്ല. ഏറെ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേരളം കാത്തിരിക്കുന്നത്. പ്രധാന വകുപ്പുകൾ നിശ്ചയിച്ച് മന്ത്രിമാർക്ക് നൽകേണ്ട ഒരു പ്രൊസീജിയർ കൂടിയുണ്ട്. അതിൻ്റെ അനുവാദം നേരത്തെ പറഞ്ഞതുപോലെ രാജ്ഭവനിൽ നിന്നും ലഭിക്കണം. അത് ഇന്ന് തന്നെ സംഭവിക്കും എന്ന് പ്രതീക്ഷിക്കാം. വകുപ്പുകൾ സംബന്ധിച്ച് ചെറിയ ആശയക്കുഴപ്പങ്ങളും മറ്റുമുണ്ട്. അത് പരിഹരിക്കും എന്നും പ്രതീക്ഷിക്കാം. ഏതായാലും കാത്തിരുന്ന് കാണാം എന്താണ് പിണറായി സർക്കാരിൻ്റെ ആദ്യ വാർത്താ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. പിണറായി സർക്കാരല്ല, വി ഡി സതീശൻ സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. മന്ത്രിമാർ CP ജോൺ, PC വിശ്വനാഥ്, M ലിജു, തൊട്ടടുത്ത് മോൻസ് ജോസഫ്, K മുരളീധരൻ, രമേശ് ചെന്നിത്തല, അങ്ങനെ തുടങ്ങി റോജി M ജോണുണ്ട്, ഷംസുദ്ദീനുണ്ട്, T സിദ്ദീഖുണ്ട്, ഷിബു ബേബി ജോണുണ്ട്, KPCC പ്രസിഡന്റ് കൂടിയായ സണ്ണി ജോസഫുണ്ട്, KA തുളസി ഉണ്ട്. അങ്ങനെ സമ്പൂർണ്ണ സർക്കാർ, PK കുഞ്ഞാലിക്കുട്ടി, വി ഡി സതീശൻ്റെ തൊട്ടടുത്ത് PK കുഞ്ഞാലിക്കുട്ടി, മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന മന്ത്രിയായി PK കുഞ്ഞാലിക്കുട്ടി തൊട്ടടുത്ത് ഉണ്ട്. ചീഫ് സെക്രട്ടറി ജയതിലകനെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ വി ഡി സതീശൻ സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗം ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ AP അനിൽകുമാറിനെ കാണാം. വാർത്താ സമ്മേളനം ആരംഭിച്ചാൽ പിന്നെ മാധ്യമങ്ങൾക്ക് അത്തരം ഫോട്ടോഗ്രാഫർമാരും മറ്റും പുറത്തേക്ക് നിൽക്കേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.